എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് തനി നാടൻ രീതിയിലുള്ള ഒരു ചിക്കൻ കറിയാണ്. അതിനുവേണ്ടി നാടൻ കോഴിയാണ് എടുത്തിരിക്കുന്നത്. കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ 1.5 കിലോ നാടൻ കോഴിയാണ് കറിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. ഒരു സവോളയും 15 ചെറിയ ഉള്ളിയുമാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി ചേർക്കുകയാണെങ്കിൽ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടും. വെളുത്തുള്ളി ഒരെണ്ണം മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒരു 3 കഷ്ണം എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, ഇവിടെ 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നതിന് വേണ്ടി. കുറച്ച് ഏലക്ക, ഗ്രാമ്പൂ, കറുവാപ്പട്ട ഇവ പൊടിക്കാതെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ്, വെളിച്ചെണ്ണയാണ് കറി വെക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. 2-3 പച്ചമുളകും കൂടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറി വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കൂട്ടുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ചതച്ചെടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ ടേസ്റ്റ് കറിക്ക് കിട്ടും. അരിയുന്നതിൻ്റെ ബുദ്ധിമുട്ടും ഒഴിവാക്കാം. ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ കൂട്ടുകളെല്ലാം പെട്ടെന്ന് വഴന്ന് കിട്ടും. പക്ഷേ ടേസ്റ്റ് കുറച്ച് കുറയും. അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉപ്പ് ചേർക്കുന്നുള്ളൂ. എടുത്തു വച്ചിരിക്കുന്ന പൊടിക്കാത്ത ഗരം മസാലകൾ ഒന്ന് ചതച്ചതിന് ശേഷം ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കൂട്ടിനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പകുതി വഴന്ന് വരുമ്പോഴേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വഴന്ന് വരുമ്പോഴേക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ പാക്കറ്റ് ചിക്കൻ മസാല, ഗരം മസാല പൊടിച്ചത് 1 ടീസ്പൂൺ, കുരുമുളക് പൊടി എരിവിനനുസരിച്ച് എടുക്കാം, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. പൊടികളെല്ലാം നന്നായി വഴന്നു വന്ന ഉള്ളിയിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എണ്ണ തെളിഞ്ഞു വരുന്നതുവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ചിക്കനിൽ കുറച്ച് നെയ്യുള്ളത് കൊണ്ട് വളരെ കുറച്ച് എണ്ണ മാത്രമേ കറിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൂ. കൂട്ട് പാകമായി വരുമ്പോഴേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2-ാം പാലിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം. ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് വേവിക്കാം. ചിക്കൻ കറി വെക്കുമ്പോൾ ചെറിയ തീയിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ. ചിക്കൻ കറി ഇപ്പോൾ ഏകദേശം പകുതി വെന്തിട്ടുണ്ട്. ഈ വെള്ളം മുഴുവൻ വറ്റി വരുമ്പോഴേക്ക് ചിക്കൻ നല്ലവണ്ണം വെന്ത് കിട്ടും. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി കറി വെന്ത് പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി പകുതി 2-ാം പാല് ചേർത്ത് കൊടുക്കാം. 2-ാം പാൽ ചേർത്ത് തിളച്ച് വരുമ്പോൾ 1-ാം പാല് ചേർത്ത് കൊടുക്കാം. 1-ാം പാല് ചേർത്തതിന് ശേഷം അധിക സമയം അടുപ്പത്ത് വെക്കാൻ പാടില്ല. പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്യണം. കറി റെഡിയായതിന് ശേഷം കുറച്ച് സമയം അടച്ചു വെക്കുകയാണെങ്കിൽ ചിക്കൻ പീസിൽ തേങ്ങാപ്പാലൊക്കെ പിടിച്ച് കറിക്ക് ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടൊരു ബെല്ലൈക്കൺ വരും. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും.